ഹായ്. ഇനി ഏതൊക്കെയാണ് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എന്ന് ചോദിച്ചിട്ട് ഡെയിലി നമുക്ക് മെസ്സേജസ് വരാറുണ്ട്. അപ്പൊ ഇതിൽ കൂടുതലും അതായത് റീസെന്റ് ആയിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവരും അതേപോലെ തന്നെ ഒരു 1 ഇയറിന്റെ ഉള്ളിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവരുമാണ്. അതായത് ഒരു ടെക്നിക്കൽ എക്സാം, ഒരു ഗവൺമെന്റ് ജോബ് വേണം, അപ്പൊ ഒരു ടെക്നിക്കൽ എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പലരും ചോദിക്കുന്നത് ഇനി ഏതൊക്കെ എക്സാംസ് ആണ് നടക്കാറുള്ളത്. അതുപോലെ തന്നെ 1-2 വർഷമായിട്ട് പരീക്ഷ എഴുതുന്നവരും ഇനി ഏതൊക്കെ എക്സാംസ് വരുന്നുണ്ടെന്ന് അറിയാനാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഇനി ഏതൊക്കെ പരീക്ഷ വരുന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ടത് 2022, 2023, 2024 നടന്നിട്ടുള്ള പരീക്ഷകളാണ് ഇനി റീസെന്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതില് 2022 മുതൽ നമ്മളിപ്പോ ലേണിനോയിൽ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നടന്നിട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും നമ്മളിപ്പോ കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഒരുപാട് പേര് ലിസ്റ്റിൽ വരികയും ജോബിലേക്കൊക്കെ എത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സുകൾക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് നമുക്ക് കിട്ടുന്നത്. ഒപ്പം നമ്മുടെ പ്രിന്റഡ് ബുക്സിനും എല്ലാം നമ്മുടെ എങ്ങനെയാണ് നമ്മൾക്ക് ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് 2022 നടന്നിട്ടുള്ളത്. അപ്പൊ 2023 ലിസ്റ്റ് വന്ന് ഒരു 42ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ നോക്കൂ, 2022 നടന്നിട്ടുള്ളത്. 2023 വന്നു. അപ്പൊ അതിന്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അധികം വൈകാതെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് പോലീസ് കോൺസ്റ്റബിൾ ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ പോസ്റ്റ് ആണ്. ഒരുപാട് പേര് എക്സാം എഴുതി ഏകദേശം 70ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാം ആണ്. നമുക്കും ഒരുപാട് പേര് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയും ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുള്ള ഒരു എക്സാം ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ. 2023 കേട്ടോ ആ എക്സാം നടക്കുന്നത്. 2024 ലിസ്റ്റ് ഒക്കെ വന്ന് നമുക്ക് ഏകദേശം ഒരു 70ഓളം അഡ്വൈസ് പോയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇലക്ട്രോണിക്സുകാർക്ക് നല്ലൊരു പോസ്റ്റ് ആണ്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ്. അത് നമുക്ക് അധികം വൈകാതെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. നോക്കൂ, ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രിക്കലുകാർക്കും ഉണ്ട്. അതിപ്പം ഈ മാസം അവസാനത്തോടു കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് ഏകദേശം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോണിക്സും അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇതുപോലെ തന്നെ 2023 ഈ ഡെമോൺസ്ട്രേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർക്ക് ഏകദേശം ഒരേ സമയത്ത് നടന്നിട്ടുള്ള പരീക്ഷയാണ്. അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും നടന്നിരുന്നു കേട്ടോ 2023. അപ്പൊ അതേപോലെ തന്നെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ വരുന്നത്. ഏകദേശം 28ഓളം അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അത് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ആ ഒരു പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്, നല്ല സ്കെയിൽ വരുന്ന ഒരു പോസ്റ്റാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. പിന്നെ വരുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് നമുക്ക് 2024 നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അഡ്വൈസ് ഈ പറഞ്ഞിട്ടുള്ള എക്സാമിൽ പോയിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ആണ്. 94 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ തന്നെ നമുക്ക് റിട്ടയർ ചെയ്തവരുണ്ടാവും. അപ്പോൾ കുറെ വാക്കൻസീസ് വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എക്സാം എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം വൈകാതെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് പ്രൊഫസർ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് ഒക്കെയാണ് ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാനും 1-2 വർഷത്തിനുള്ളിൽ പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള പോസ്റ്റുകൾ. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോമ ലെവലും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുമ്പോൾ എംടെക് വേണം. അപ്പൊ ബിടെക് കഴിഞ്ഞവർക്കാണെങ്കിലും അല്ലെങ്കിൽ എംടെക് കഴിഞ്ഞവർക്ക്, ഡിപ്ലോമ കഴിഞ്ഞവർക്കൊക്കെ പറ്റുന്ന പരീക്ഷകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ ഒരു ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും വീണ്ടും പഠിച്ചു തുടങ്ങേണ്ടവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് നല്ല സമയമാണ് ഇപ്പം. നമുക്കറിയാം ഇപ്പോൾ ടെക്നിക്കൽ എക്സാംസ് ഒക്കെ തന്നെ നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പോ കൃത്യമായിട്ട് ബേസ് മുതൽ പഠിച്ചു തുടങ്ങണം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കണം. നല്ലപോലെ ടെസ്റ്റ് സീരീസുകളൊക്കെ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു മാർക്കിലേക്കും റാങ്കിലേക്കും എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ പരീക്ഷകൾക്കൊക്കെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് കോഴ്സസ് അവൈലബിൾ ആണ്. ഓരോ എക്സാംസിനും സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. അതല്ലാതെ നമ്മളിപ്പം ഒരു 2 ഇയർ വാലിഡിറ്റിയിലുള്ള കോംബോ കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ജംബോ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഡിപ്ലോമ ലെവലുണ്ട്, ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ലെവലും വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് എക്സാം വന്നാലും അതിനുള്ള കോച്ചിങ് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. സിലബസ് അനുസരിച്ചുള്ള റെക്കോർഡഡ് ക്ലാസ്സസ്, MCQs, PDF മെറ്റീരിയൽ, ടെസ്റ്റ് സീരീസ്, PYQ സൊല്യൂഷൻ, ഇത്രയാണ് വരുന്നത്.
അത് കൂടാതെ ഈ ജംബോ കോഴ്സുകളിലെല്ലാം തന്നെ നമ്മുടെ കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ 8 ബുക്സ് ആണ് വരുന്നത്. 5 MCQ PYQ ബുക്കും അതേപോലെ 3 ഹാൻഡ് ബുക്കും. ഇത് ഈ ജംബോ കോഴ്സിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒരു റെഫറൻസ് മെറ്റീരിയൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. തിയറിയും MCQ എല്ലാം ഇതിന്റെ കൂടെ കിട്ടുകയും ചെയ്യും. ഒപ്പം 2 ഇയർ വാലിഡിറ്റിയിലുള്ള കോഴ്സും. ഇനി നമ്മൾ ഓരോ എക്സാംസും വന്ന് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ ഉണ്ടാവും, ലൈവ് സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കറന്റ് നമ്മൾ തൃശ്ശൂർ കോർപ്പറേഷൻ സബ് എഞ്ചിനീയർ നമ്മൾ ഡെയിലി സ്റ്റഡി ഗോൾ പോകുന്നുണ്ട്, ലൈവ് സെഷൻ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. സോ ഇത്രയാണ് നമ്മൾ ലേണിനോ ഇലക്ട്രോണിക്സ് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ആർക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ ലേണിനോടൊപ്പം ക്ലാസ്സസിൽ ജോയിൻ ചെയ്യണം അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം പഠിച്ചു തുടങ്ങാം. താങ്ക് യു.